യുവനേതാവിനെതിരെയുള്ള നടിയുടെ വെളിപ്പെടുത്തൽ. പിന്തുണയുമായി സരിൻ. മറ്റൊരു സരിതയായി മാറരുതെന്ന് സമൂഹമാധ്യമം. രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് റിനി ആർ ജോർജ് നടത്തിയിരിക്കുന്നത്. രാഷ്ട്രീയത്തിലെ ഒരു യുവനേതാവിൽ നിന്നുണ്ടായ ദുരനുഭവം വ്യക്തമാക്കിക്കൊണ്ടാണ് നടി രംഗത്ത് വന്നത്. അശ്ലീല സന്ദേശങ്ങൾ അയച്ചുവെന്നും ശരിയല്ലെന്ന് പറഞ്ഞിട്ട് വീണ്ടും തുടർന്നുവെന്നുമാണ് റിനി ആർ ജോർജ് വെളിപ്പെടുത്തിയത്. എന്നാൽ നേതാവിൻ്റെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ലെന്നും ആ വ്യക്തി ഉൾപ്പെട്ട പ്രസ്ഥാനത്തിലുള്ള പലരുമായും നല്ല ബന്ധമാണ് ഉള്ളതെന്നുമാണ് റിനി ആർ ജോർജ് പറയുന്നത്. നടിയുടെ വെളിപ്പെടുത്തലിന് പിന്തുണയുമായി ഇടത് സഹയാത്രികൻ പി സരിൻ രംഗത്ത് വന്നപ്പോൾ കാടടച്ച് വെടിവെക്കുന്നത് ശരിയല്ലെന്ന നയമാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്. ഈ നിലപാടിനെ 140 ന്യൂസ് പൊളിറ്റിക്സും അനുകൂലിക്കുകയാണ്. എല്ലാ യുവരക്തത്തെയും സംശയത്തിൻ്റെ നിഴലിൽ നിർത്താതെ തെറ്റു ചെയ്തവരെ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടണമെന്ന് തന്നെയാണ് ഞങ്ങളുടെയും അഭിപ്രായം. കോൺഗ്രസ് സൈബർ പേജുകളിലാണ് നടിയെ വിമർശിക്കുന്നതിൽ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ നടിയുടെ പരാതിയിൽ പറയുന്ന യുവരക്തം ഒരു കോൺഗ്രസ് നേതാവാണെന്ന് സംശയിക്കുന്നതിൽ തെറ്റില്ല. അത് MLA രാഹുൽ മാങ്കൂട്ടത്തിലാണെന്ന പ്രചരണവും ഇതിനോടകം വന്നു കഴിഞ്ഞു. ആരോപണ വിധേയമായ യുവ MLA രാഹുൽ മാങ്കൂട്ടത്തിലാണെന്നും ഇദ്ദേഹം രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് BJP പാലക്കാട് MLA ഓഫീസിലേക്ക് മാർച്ചും നടത്തിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ വഴിയാണ് ഇയാളുമായി പരിചയമുള്ളതെന്നാണ് നടി പറയുന്നത്. 5 സ്റ്റാർ ഹോട്ടലിലേക്ക് ക്ഷണിച്ചെന്നും യുവനടി വെളിപ്പെടുത്തി. തുടക്കം മുതൽ മോശം മെസ്സേജുകൾ അയച്ചു. ഇത് ശരിയല്ലെന്ന് പറഞ്ഞിട്ടും അയാൾ അത് തുടർന്നുവെന്നും 3.5 വർഷം മുമ്പാണ് ആദ്യമായി മെസ്സേജ് അയച്ചതെന്നുമാണ് നടി പറയുന്നത്. അതിനുശേഷമാണ് അയാൾ ജനപ്രതിനിധി ആയതെന്നും പറയുന്നിടത്താണ് സംശയം രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് എത്തിയത്. അശ്ലീല സന്ദേശം അയക്കുന്നത് പരാതിപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ പോയി പറയൂ എന്നായിരുന്നു യുവനേതാവിൻ്റെ പ്രതികരണമെന്ന് യുവനടി റിനി ആർ ജോർജ് വ്യക്തമാക്കുന്നു. യുവനേതാവിന് സംരക്ഷണ വലയമുണ്ടെന്നും ഇത്തരക്കാരെ വലിയ സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്നത് കാണുമ്പോൾ സങ്കടമുണ്ടെന്നും അവർ പറഞ്ഞു. ഇത്തരത്തിലുള്ള ആളുകളെ ഇനിയും സ്ഥാനങ്ങളിൽ എത്തിക്കരുതെന്ന് മാത്രം പറയുകയാണെന്നും റിനി പറഞ്ഞു. അയാൾ കാരണം മറ്റു ബുദ്ധിമുട്ടുകളില്ലാത്തത് കൊണ്ടാണ് പരാതിയുമായി മുന്നോട്ട് പോകാത്തതെന്നാണ് നടി പറയുന്നത്. പിന്നെ എന്തിനാണ് ഈ കാടടച്ചുള്ള വെടിപൊട്ടിച്ചതെന്ന ചോദ്യം തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത്. യുവനേതാവിനെതിരെ ആരോപണം ഉന്നയിച്ച റിനി ആർ ജോർജിനെതിരെ സൈബർ ആക്രമണവും രൂക്ഷമാണ്. കൂടുതലും കോൺഗ്രസ് സൈബർ പേജുകളിൽ നിന്നാണ്. വെറുതെ ആരോപണം ഉന്നയിക്കരുതെന്നും ധൈര്യത്തോടെ നേതാവിൻ്റെ പേര് പറയൂ എന്നുമാണ് പലരും കമൻറ്റ് ചെയ്യുന്നത്. ഇലക്ഷന് മുന്നോടിയായുള്ള നാടകമാണെന്നും കമൻറ്റുകളിലുണ്ട്. ചങ്കൂറ്റമുണ്ടെങ്കിൽ പേര് വെളിപ്പെടുത്തുക, അയച്ച മെസ്സേജുകളുടെ ഡീറ്റെയിൽ മാധ്യമപ്രവർത്തകരെ കാണിക്കുക, മെസ്സേജുകൾക്ക് സുതാര്യത ഉണ്ടോ എന്ന് മാധ്യമപ്രവർത്തകർ അന്വേഷിക്കണം. പുകമറ സൃഷ്ടിച്ച ഒരു വ്യക്തിയെ തേജോവധം ചെയ്യാൻ മറ്റൊരു സരിതയായി മാറരുത്. ദയവ് ചെയ്ത് മെസ്സേജുകൾ സുതാര്യത അല്ലെങ്കിൽ വലിയ കേസിലേക്ക് താങ്കൾ വലിച്ചെടുക്കപ്പെടും. സന്ദേശ സിനിമയ്ക്ക് 2ാം ഭാഗത്തിൻ്റെ ആവശ്യമില്ല. കാരണം ആ സിനിമ അന്ന് പറഞ്ഞു വെച്ചതിൽ നിന്ന് 1 ഇഞ്ച് കേരള രാഷ്ട്രീയം മുന്നോട്ട് പോയിട്ടില്ല എന്നൊക്കെയാണ് കമൻറ്റുകൾ നിറയുന്നത്. ഇതിനിടെ യുവനേതാവിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായെന്ന അഭിനേത്രിയും മാധ്യമപ്രവർത്തകയുമായ റിനി ആർ ജോർജിൻ്റെ വെളിപ്പെടുത്തലിൽ പ്രതികരണവുമായി ഡോക്ടർ പി സരിൻ രംഗത്തെത്തി. ഒരു പെൺകുട്ടി ഏറ്റുവാങ്ങേണ്ടി വന്ന ദുരനുഭവങ്ങളാണ് ഇതൊക്കെ എന്നതാണ് ആദ്യമായി നമ്മൾ ഓരോരുത്തരെയും ചൊടിപ്പിക്കുന്നതെന്നാണ് സരിൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത്. അയാളിനി ആര് തന്നെയായാലും അതിനൊക്കെ ഒത്താശ ചെയ്തവരും കൂട്ടുനിന്നവരും മൗനം പാലിച്ചവരും ആരൊക്കെയാണെന്നും എന്തിനു വേണ്ടിയായിരിക്കും എന്നൊക്കെ ആലോചിക്കുമ്പോഴാണ് കൂടുതൽ ചൊടിപ്പുണ്ടാകുന്നതെന്നും സരിൻ കൂട്ടിച്ചേർക്കുന്നു. ആ തെമ്മാടി പാർട്ടിയിൽ ഇതല്ല ഇതിനപ്പുറം നടക്കുമെന്നാണ് കേരള സമൂഹം വിലയിരുത്തേണ്ടതെന്നും സരിൻ പാർട്ടിയുടെ പേര് പറയാതെ കുറിച്ചിരിക്കുന്നു.